ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാനറ്റ് ടാങ്കില് ലോ ബഡ്ജറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു അക്വർ ഉണ്ടാക്കുക എന്നുള്ള ഡെമോയ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നോൺ CO2 പിന്നെ സെൻസിറ്റീവ് ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു മോഡല് പ്ലാനറ്റ് ടാങ്കാണ് ഈ കാണുന്നത്. ഇത് നോർമൽ ടൈപ്പ് ആണ്. ഇതിൽ വന്നിട്ട് കാനിസ്റ്റർ ഫിൽറ്റർ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. മാക്സിമം ഇതിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് പറഞ്ഞത് മോസ് വെറൈറ്റീസ് ആണ്. അനൂബിയസ് ആഡ് ചെയ്യാം, മോസ് വെറൈറ്റീസ് ആഡ് ചെയ്യാം, പ്ലസ് നമ്മുടെ ഹെയർ ഗ്രാസ്, കാർപ്പറ്റ്, മോണ്ടിക്കാർബ കാർപ്പറ്റ് അത് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റിലെ വരുമ്പോൾ മാക്സിമം ഇതിനകത്ത് ഏറ്റവും അടിയിൽ വരുന്നത് നമുക്കൊരു സെറ്റപ്സ് ഉണ്ട്. ഒരു ഫസ്റ്റ് പ്രൊസീജിയർ പോലെ ഒരു സയന്റിഫിക്കലി നമ്മൾ ഫോറിൻ കൺട്രീസ് യൂസ് ചെയ്യുന്ന രീതി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന സോയിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ ഏറ്റവും അടിയിൽ എന്തെങ്കിലും ജിയോലൈറ്റ്, അക്വറോപ്ലീസ് ജിയോലൈറ്റ് അല്ലെങ്കിൽ ലാവ ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും അടിയിൽ കമ്പൽസറി യൂസ് ചെയ്യണം. പ്ലസ് സ്റ്റാർട്ടിംഗ് കൾച്ചറിന്റെ പൊടി അത് ADയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയത്തില്ല. ADയിൽ ഇവിടെ ചെറിയ ക്ലൈമറ്റ് ഇഷ്യൂല് ഇങ്ങനെ ബാക്ടീരിയസ് കൾച്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നിയോ ബ്രാൻഡ് അക്വാറമലീസിന്റെ പിന്നെ ഈശ്വറിന്റെ സ്റ്റാർട്ടിംഗ് കൾച്ചർ ഉണ്ട് പൊടി, അത് യൂസ് ചെയ്യും. ഇത് എനിക്ക് CO2 ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് നിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ CO2 കൊടുക്കണ്ട, ഹാങ്ങിങ് ഫിൽറ്റർ കൊടുക്കണ്ട, പിന്നെ ജസ്റ്റ് അത്യാവശ്യം പവറുള്ള ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഏറ്റവും പുറകിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ നമ്മുടെ സൈസ് വെച്ചിരിക്കുന്നത് 1 feet ആണ്, അല്ല 2 feet സ്ക്വയർ ആണ് ഈ ടാങ്ക് വന്നിട്ട്. 2 feet സ്ക്വയറിൽ ഫ്രണ്ട് അൾട്രാ ക്ലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് അൾട്രാ ക്ലിയറും ബാക്കിയെല്ലാം നോർമൽ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അടിയിൽ ഇട്ടിരിക്കുന്നത് റെഡ് ലാവ ചിപ്സും, അത് ബെനിഷ്യൽ ബാക്ടീരിയാസ് മാക്സിമം കൾച്ചർ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പ്ലസ് ഈ കാർപ്പറ്റ് പ്ലാന്റ് നിൽക്കുമ്പോൾ അതിന് വേര് താഴേക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാന്റ് മാക്സിമം സ്റ്റഡി ആയിട്ട് ഗ്രോ ആവും. അതിനുവേണ്ടിയാണ് അടിയിൽ ഫസ്റ്റിലെ നമ്മൾ സ്റ്റാർട്ടിംഗ് കൾച്ചർ അത് ഇടുന്നത്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് കൾച്ചറിന്റെ പൊടി കിട്ടും. നല്ല ബാക്ടീരിയ കോളനീസ് ആയിട്ടുള്ള ഇമ്പോർട്ട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് നമ്മൾ ആഡ് ചെയ്യും. അതിന്റെ മുകളിൽ വന്നിട്ട് പ്ലാനറ്റ് ടാങ്കിന് യൂസ് ചെയ്യുന്ന കോൺട്രാസോയിൽ ആഡ് ചെയ്യും. കോൺട്രാസോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയോ ആണ്, നമ്മൾ വേറൊരു ടൈപ്പ് നിയോ എടുക്കും. അക്വാ റെമഡീസിന്റെ പ്ലാറ്റിനം സോയിൽ, ഇതാണ് മാക്സിമം ബഡ്ജറ്റ് റിലേറ്റുള്ള സാധനം. അക്വാ റെമഡീസിന്റെ ഇമ്പോർട്ട് സാധനമാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഇവിടുത്തെ ക്ലൈമറ്റ് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് അക്വറോപ്ലീസിന്റെ. പിന്നെ വന്നത് നിയോ അറിയാലോ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. അതിൽ ടോപ്പ് സെക്കൻഡ് നിൽക്കുന്ന ബ്രാൻഡാണ് അവരുടെ നിയോ ബ്രാൻഡ് നമുക്ക് കൈവശമുണ്ട്. ആ സോയിൽ എടുക്കുക. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് സോയിലും സാൻഡും ഈ സ്റ്റാർട്ടിംഗ് കൾച്ചർ ഇട്ടതിന് ശേഷം ഒരു 20-21 ദിവസം വെറുതെ വിട്ടിരിക്കും. ഈ ഫിൽട്രേഷനും കൊടുത്തിട്ട് വിട്ടിരിക്കും. ഒരു 21-23 ഡേ കഴിയുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യും, പ്ലസ് ആൽഗേറ്റർ ആഡ് ചെയ്യും, പ്ലസ് ഈ മോസ് വെറൈറ്റീസ് പ്ലാന്റിൽ ആഡ് ചെയ്യും. ഇത് നമ്മൾ ജസ്റ്റ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഡെമോസ് ആണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. എലിഫന്റ് സ്റ്റോൺ, ADA സ്റ്റോൺ അതേപോലെയൊക്കെ വെച്ച് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പ്ലസ് ഇതില് നോർമൽ ടൈപ്പ് ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സൺസന്റെ ടൈപ്പ് അല്ല, ഒരു X3 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ സാധനം. ഫ്ലെക്സിബിൾ ടൈപ്പ് മോഡലാണിത്. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആൽഗേറ്റർ കമ്പൽസറി ആണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ആൽഗേറ്റർ പ്ലസ് ചെറിയ ടൈപ്പ് ഫിഷാണ് നമ്മൾ ഇതിനകത്ത് മാക്സിമം സജസ്റ്റ് ചെയ്യുന്ന സാധനം. ഈ സ്കൂളിംഗ് ടൈപ്പ് ഫിഷ് എന്ന് പറയും. ഒത്തിരി ടൈപ്പുകളുണ്ട്. അതിൽ മാക്സിമം ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് ഒത്തിരി വെറൈറ്റികളുണ്ട്. പിന്നെ ഈ ഹൈറ്റിൽ ഒരുപാട് ടൈപ്പ് ഈ കോങ്കോ ടെട്ര, ഡാൻസോണി ബാർ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ചെറിയ ടൈപ്പ്, ഒരു ചെറിയ ഫിഷുകൾ ഒത്തിരി കൂട്ടത്തോടെ നടക്കുന്ന ചെറിയ ടൈപ്പ് ഫിഷുകളുണ്ട്. അതിനൊക്കെ ഇതിനകത്ത് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മുകളിൽ കാണുന്നത് ഇത് ഹാങ്ങിങ് ഫിൽറ്ററോട് ചേർത്ത് വരുന്ന ഒരു ടൈപ്പ് മോഡലാണ്. ഇതും സെയിം 2 feet സ്ക്വയർ ടാങ്കാണ്. ഇതിനകത്ത് പറഞ്ഞത് കുറച്ചും കൂടി ടോപ്പ് ടൈപ്പ്, അതായത് ഒരു 3 ഇയറിന് മുകളിൽ ലോ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റിയ ടാങ്കാണ് ഈ കാണുന്നത്. ഇതിനകത്ത് സൺസന്റെ XBL 600 പറഞ്ഞ മോഡൽ ഹാങ് ഫിൽറ്ററാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ സ്കിമ്മർ വരുന്നുണ്ട്. പിന്നെ ഇതൊരു മൗണ്ടൻ ടൈപ്പ് ആണ്, ഭയങ്കര ഹൈ ടൈപ്പ് അല്ല. ഹൈ ടൈപ്പ് നമ്മൾ ഗ്രാജുവലി ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ ചെയ്യുന്ന രീതിയെല്ലാം കാണിക്കുകയും ചെയ്യും.
ഇത് നോർമൽ ടൈപ്പ് ആണ്. ആ ഇട്ടിരിക്കുന്നതൊക്കെ സജിറ്റേറിയ ഡോപ്പ് ടൈപ്പ്. ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്നത് വാലിസ്നേറിയ, അത് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ്സ്. ഇത് മിഡ് ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടിനും പറ്റിയ പ്ലാന്റ് ആണ് ആയിരിക്കുന്നത്. ഫോർഗ്രൗണ്ട് ആണ് മാക്സിമം. പിന്നെ അതിൽ മിഡ് ഗ്രൗണ്ടുകളുണ്ട്, ആഡ് ചെയ്യാം. അന്ന് കസ്റ്റമറിന് ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് പ്ലാൻ ടൈപ്പ് ചെയ്യും. പ്ലാനായിട്ട് ചെയ്യാൻ പ്രീമിയം ടൈപ്പും ഉണ്ട്, നോർമൽ ടൈപ്പും ഉണ്ട്. പ്രീമിയം ടൈപ്പ് ആണെങ്കിൽ ഒരു 2 month 1 month വൺസ് വിസിറ്റിംഗ് ഉണ്ടായിരിക്കും. അത് ഫ്രീ വിസിറ്റ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ളത്, അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സജസ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതി പറഞ്ഞു കൊടുക്കും. അത് അതേപോലെ ചെയ്തു പോയാൽ മാക്സിമം 3 വർഷം, ഒരു 3 year നന്നായിട്ട് നിൽക്കും. 3 year നിൽക്കും. ഫിഷ് നല്ല ഹെൽത്തി ആയിരിക്കും ഇതിനകത്ത്, പ്ലാനറ്റ് അതിനകത്ത്. ഇതിനകത്തൊക്കെ നമുക്ക് ഡാൻസ് പാപ്പൊക്കെ അടിക്കും. ഇതിനകത്ത് പറ്റത്തില്ല, ഇത് ചാടും. ഇത് ഫുള്ള് ഡെസേർട്ട് ടൈപ്പ് ആണ്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ് ഇതിനകത്ത് ആഡ് ചെയ്തില്ല. ഇത് ഈ 2 മോഡൽ അല്ലാണ്ട് നമുക്ക് നാനോ ടൈപ്പ്, ചെറിയ ടൈപ്പ് മോഡലുകളുണ്ട്. കാണിച്ചു ഇതാ സാധനം. ഇത് വന്നിട്ട് സബ് ഫിൽട്രേഷനും കൂടി ഉള്ള ഒരു മോഡലാണ്. 1 feet സ്ക്വയറിന്റെ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഗ്ലൂലെസ് ഇല്ലാതെയും ചെയ്തു തരും, ഗ്ലൂലെസ്സോടെയും ചെയ്തു തരും. അതായത് ബാർലെസ് എന്നൊക്കെ പറയാം. ഈ അക്വർ ഫീൽഡ് നിൽക്കുന്നവർക്കറിയാം, ബാർലെസ് ആയിട്ട് ഒട്ടിക്കുന്നു പറയാം. ഇമ്പോർട്ട് ടാങ്കുകൾ വരുന്ന പോലെ ഇരിക്കും. പക്ഷേ ഉണ്ടെന്ന് അറിയത്തില്ല. ആ ടൈപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. പ്ലസ് ഇതേപോലെ മഴവെള്ളം വീഴുന്ന ടൈപ്പ് ഉണ്ടോ, ഇത് നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ യൂണിക് ഐറ്റമാണ് ഈ സാധനം. അത്യാവശ്യം ഓർഡർ ഉള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഇതേപോലെ ചെയ്തു തരുന്നതായിരിക്കും. ഇതിനകത്തും ഈ ചെറിയ ടൈപ്പ് ഫിഷിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് ടെറേറിയൻ ടൈപ്പ് ഒരു മോഡലാണ്. ഇതിന് സബ് ഫിൽട്രേഷൻ പുറകിലുണ്ട്. ഇത് മിസ്റ്റ് മേക്കറാണ് ഈ വെച്ചിരിക്കുന്നത്. മിസ്റ്റ് മേക്കറും ജസ്റ്റ് ഒരു സബ്മേഴ്സിബിൾ ടെറസ്ട്രിയൽ മോസുമാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് പേൾ ബീഡ്. പേൾ ബീഡ് അറിയായിരിക്കും, അത് കളയാണ്. അത് നമുക്ക് എത്ര ടെമ്പറേച്ചർ മാറിയാലും, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിന് ഹൈ ആയാൽ പോലും മോണ്ടി കാർലോ നിൽക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഈ പേൾ ബീഡ് നിൽക്കും. പക്ഷെ ഇതിന് ഒരല്പം ഹൈറ്റ് കൂടുതലായിരിക്കും. മോണ്ടി കാർലോ 2 inch ഹൈറ്റ് ആണെങ്കിൽ ഇത് പറഞ്ഞത് 4 inch വരും. പക്ഷെ അത്യാവശ്യം ഒരു 1.1.5 1:2 ആ സൈസ് ടാങ്കിനകത്തൊക്കെ ഏറ്റവും കാർപ്പറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പ്ലാന്റ് ആണ് ഈ സാധനം. നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും, പെട്ടെന്ന് അഴുകി പോയെന്നില്ല. അത് നല്ല കാർപ്പറ്റ് ടൈപ്പ് എന്നും പറയാം, വേണേലും ഒരു മിഡ് ടൈപ്പ് എന്ന് പറയാം. മിഡ് ടൈപ്പ് കാർപ്പറ്റ് എന്ന് പറയാം. അത് ഒന്നിന്റെ മേളിൽ ഒന്ന് പൊടിച്ച് അവിടെ നിന്ന് ഒത്തിരി ബ്രാഞ്ചസ് തിരിഞ്ഞ് അതിന്റെ മണ്ടയിൽ ഇങ്ങനെ ബൾക്കി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഈ പേൾ ബീഡ്. ഇതിപ്പോ അധികം കിട്ടാനില്ല. ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും ചെയ്തു തരാം. ഇത് ജസ്റ്റ് ഫുഡ് വെച്ച് അടിയിൽ സാൻഡ് ഇട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ ടൈപ്പ് പ്ലാന്റുകൾ വെച്ച് ചെയ്യുന്നൊരു മോഡലാണ് ഈ സാധനം. മിസ്റ്റ് മേക്കർ അറിയായിരിക്കുമല്ലോ, ഈ ടൈപ്പ് പ്ലാന്റ്സ് ഈ മോസുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി നമ്മൾ മിസ്റ്റ് മേക്കർ കൂടി ആഡ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ പർപ്പസിനനുസരിച്ച് ചെയ്തു കൊടുക്കും. നിങ്ങളുടെ പർപ്പസ് പറയുക, അത് ഇമ്പോർട്ട് ക്ലാസ്സിലാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്ലാനറ്റ് ടാങ്ക് അല്ലാണ്ട് തന്നെ നാനോ ടൈപ്പ് സിലിണ്ടർ, പിന്നെ കോൺ ഷേപ്പ്, പിന്നെ ബൗള്, വലിയ 14 inch ഡൂം കമ്പനിയുടെ വലിയ ക്രിസ്റ്റൽ ക്ലിയർ ബൗളുണ്ട്. അതിനകത്തും ചെയ്തു തരുന്നതായിരിക്കും. അതിനകത്ത് ചെയ്യുന്നത് അത് അൾട്രാ പ്രീമിയം ടൈപ്പാണ്. അത് വരുമ്പോൾ ക്വാളിറ്റി ബേസ് എല്ലാത്തിനും വ്യത്യാസം വരും. അതിൽ ആഡ് ചെയ്യുന്ന സാധനം പവർ സാൻഡ് ആഡ് ചെയ്യും, UNOയുടെ ജിയോ ലൈറ്റ്, പിന്നെ പറഞ്ഞത് അതിനകത്ത് വേറെ നമ്മുടെ സെക്രട്ടറിയുള്ള ചില സാധനങ്ങളുണ്ട്, ബെൻഷ് ബാക്ടീരിയസിന് ആഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അങ്ങനെ ചെയ്താലേ അത് നിൽക്കത്തുള്ളൂ. CO2 ഒന്നും വേണ്ട. അതിന്റെ മോഡൽ നമ്മൾക്ക് കൈവശമുണ്ട്. അത് നമ്മൾ പതുക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളത് ചെയ്തു തരും. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ.